നമ്മുടെ ആകാശത്ത് പലതരം വിചിത്രമായ പ്രതിഭാസങ്ങളോ വസ്തുക്കളോ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിലെ പല ഭാഗത്തു നിന്നും റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അതുപോലെയുള്ള ഒരു വിചിത്രമായ പ്രതിഭാസം ഈജിപ്തിലെ ആകാശത്ത് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു. 2024 ഡിസംബർ 8 ഈജിപ്തിലെ ചില പ്രദേശങ്ങളിലെ ആകാശത്ത് പിങ്ക് നിറത്തിലുള്ള തിളങ്ങുന്ന ഒരു ഗോളം പ്രത്യക്ഷപ്പെടുകയും വലിയ തോതിൽ അതിൻ്റെ ഫോട്ടോകളും വീഡിയോകളും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയും ചെയ്തിരുന്നു. എന്താണിത്? എങ്ങനെയാണിത് ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടത്? എന്തുകൊണ്ടാണ് ഇതിന് പിങ്ക് നിറം വരാൻ കാരണം? ഇതിന് പിന്നിൽ മനുഷ്യരാണോ അതോ അന്യഗ്രഹ ജീവികളാണോ എന്നതൊക്കെ വിശദമായി തന്നെ നമുക്ക് നോക്കാം. 2024 ഡിസംബർ 8 പുലർച്ചെ 5 മണിക്ക് ശേഷം ഈജിപ്തിലെ അലക്സാൻഡ്രിയ, മാർസ, മെനോഫിയ എന്നിവിടങ്ങളിലാണ് ഈ പിങ്ക് നിറമുള്ള ഗോളം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രതിഭാസം സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിക്കാൻ തുടങ്ങി. ഈ ഗോളത്തെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ പിങ്ക് നിറം തന്നെയാണ്. ഈ പ്രതിഭാസം നേരിട്ട് കണ്ടവർ പറയുന്നതനുസരിച്ച് ആദ്യം നമ്മുടെ ചന്ദ്രനെ പോലെ വെളുത്ത ഒരു ഗോളമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അത് വികസിക്കുകയും പിങ്ക് കളറായി മാറുകയും ഒടുവിൽ അത് പുക പോലെ ആകാശത്ത് ചിതറിപ്പോവുകയും ചെയ്തു എന്നാണ് കണ്ടവർ പറഞ്ഞത്. കൂടാതെ ഈ വിചിത്ര പ്രതിഭാസത്തെ കുറിച്ചുള്ള ഒരുപാട് തിയറികളും ആളുകളുടെ ഇടയിൽ നിറയാൻ തുടങ്ങി. ചിലർ പറയുന്നത് വ്യാഴം അഥവാ ജൂപ്പിറ്റർ ഗ്രഹം പ്രത്യക്ഷപ്പെട്ടതാണെന്നാണ്. മറ്റു ചിലർ റോക്കറ്റ് വിക്ഷേപണത്തിന്റെ അനന്തരഫലമായി ഉണ്ടായതാവാം ഇതെന്നാണ് പറയുന്നത്. പിന്നെ സാധാരണ പോലെ തന്നെ ഇതൊരു UFO അഥവാ അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യമാകാം ഇതെന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് തിയറികൾ പൊതുജനങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ പ്രതിഭാസത്തിന്റെ ശാസ്ത്രീയപരമായിട്ടുള്ള 4 കാരണങ്ങളാണ് ശാസ്ത്രജ്ഞർ മുന്നോട്ട് വെക്കുന്നത്. 1. റോക്കറ്റ് വിക്ഷേപണം. റോക്കറ്റുകൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്ന് പുറത്ത് കടക്കുമ്പോൾ ആകാശത്ത് പല നിറത്തിലുമുള്ള അവശിഷ്ടങ്ങൾ പുക പോലെ പുറന്തള്ളപ്പെടാറുണ്ട്. ഈ അവശിഷ്ടങ്ങൾ സൂര്യപ്രകാശവുമായി ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അയോണൈസ്ഡ് ഗ്യാസ് മൂലം അവക്ക് ചുവപ്പ്, പിങ്ക് നിറങ്ങൾ ഉണ്ടാകും. ഇത്തരം ഒരു റോക്കറ്റ് വിക്ഷേപണത്തിന്റെ ഫലമായി ഉണ്ടായതാകാം ഈ പിങ്ക് ഗോളം എന്നാണ് ഒരു ശാസ്ത്രീയ വിശദീകരണം. മറ്റൊരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഉള്ളത് അന്തരീക്ഷ പ്രതിഭാസങ്ങളെ കുറിച്ചാണ്. അതായത് ഉയരങ്ങളിൽ രൂപപ്പെടുന്ന ലെൻഡിക്കുലാർ ആകൃതിയിലുള്ള മേഘങ്ങളിൽ ചിലപ്പോൾ ലൈറ്റ് സ്കാറ്ററിംഗ് മൂലം അസാധാരണമായ രൂപവും നിറവും ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ നിന്നും പ്ലാസ്മ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്പ്രൈറ്റ്സ് ഓർ എൽവ്സ് എന്ന പ്രതിഭാസങ്ങൾക്കും ഇതുപോലെ തന്നെ ആകാശത്ത് തിളങ്ങുന്ന ഗോളങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. പക്ഷേ ഇത്തരം പ്രതിഭാസങ്ങൾ വളരെ അപൂർവമായിട്ട് മാത്രം നടക്കുന്നതാണ്. മറ്റൊരു ശാസ്ത്രീയ വിശദീകരണം ഛിന്നഗ്രഹ ഉൽക്കാപതനങ്ങളെ കുറിച്ചാണ്. അതായത് ഉൽക്കകൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് കത്താൻ തുടങ്ങും. ഇങ്ങനെ കത്തുമ്പോൾ ഉൽക്കകളിലെ മൂലകങ്ങൾ പിങ്ക് ഉൾപ്പെടെയുള്ള പ്രത്യേക നിറങ്ങൾ നീരാവിയായി പുറത്തേക്ക് തള്ളും. ഒരു പക്ഷേ ഇതുമൂലമുണ്ടായതായിരിക്കാം ഈ പിങ്ക് ഗോളം എന്നാണ് ചിലർ പറയുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉൽക്കാപതനങ്ങളും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അവസാനത്തെ സയന്റിഫിക് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഏലിയൻസ് ആണ് അഥവാ അന്യഗ്രഹ ജീവികളെ കുറിച്ചാണ്. ഇതൊരു UFO അഥവാ അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റ് ആയിരിക്കാമെന്നാണ് ചിലർ പറയുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തെളിവുകളും ഇതുവരെ ലഭിച്ചിട്ടില്ല. പെന്റഗണിന്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം നമ്മൾ ആകാശത്ത് കാണുന്ന UFOകൾ എന്ന് പറയുന്ന മിക്ക കാഴ്ചകളും ബലൂണുകൾ, സാറ്റലൈറ്റുകൾ തുടങ്ങിയവയാണെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. എന്തിനേറെ പറയുന്നു, ആകാശത്ത് ISS അഥവാ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പ്രത്യക്ഷപ്പെട്ടാൽ പോലും അത് UFO ആണെന്നാണ് ചിലർ കരുതുന്നത്. ഈജിപ്തിലെ പിങ്ക് ഗോളം അന്യഗ്രഹ ജീവികളെക്കാൾ കൂടുതൽ സാധ്യതയുള്ളത് റോക്കറ്റ് വിക്ഷേപണമോ അല്ലെങ്കിൽ ഉൽക്കാപതനമോ പോലെയുള്ള പ്രതിഭാസങ്ങളോടാണ്. കാരണം ലോകമെമ്പാടുമുള്ള റോക്കറ്റ് വിക്ഷേപണങ്ങളിൽ ഇത്തരത്തിലുള്ള സമാനമായ കാഴ്ചകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
ഉദാഹരണമായി സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റ് വിക്ഷേപണങ്ങളിൽ പിങ്ക്, ചുവപ്പ് നിറങ്ങൾ നീരാവിയായി പുറന്തള്ളപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ഭൂമിയുടെ അന്തരീക്ഷത്തിലെത്തുന്ന ഉൽക്കകൾ പൊട്ടിത്തെറിച്ച് തിളക്കമുള്ള വെളിച്ചവും വ്യത്യസ്ത നിറങ്ങളും നീരാവി പോലെ പുറന്തള്ളപ്പെടാറുമുണ്ട്. ഈ പ്രതിഭാസം ദൂരെ നിന്ന് നോക്കുമ്പോൾ ഗോളാകൃതി പോലെ തോന്നുകയും ചെയ്യും. ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് 2018 റഷ്യയിൽ നടന്ന ഒരു ഉൽക്കാപതനം. ഇതാദ്യം മിസൈൽ പരീക്ഷണമാണെന്നാണ് കരുതിയിരുന്നത്. അത്രയ്ക്കും തിളക്കവും വെളിച്ചവും നിറവുമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ശാസ്ത്രീയ വിശദീകരണങ്ങളൊക്കെ പോലെ തന്നെയുള്ള മറ്റൊരു സാധ്യതയാണ് അറോറകൾ. സൂര്യനിൽ നിന്ന് വരുന്ന സൗരക്കാറ്റിൻ്റെ ചെറിയൊരു ശതമാനം ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡും കടന്ന് ധ്രുവങ്ങളിലൂടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് എത്തുകയും അന്തരീക്ഷത്തിലുള്ള വാതകങ്ങളുമായി റിയാക്ട് ചെയ്യുകയും ശേഷം അതിനെ പ്രകാശമായി പുറത്തുവിടുകയും ചെയ്യും. ഈ പ്രകാശത്തെയാണ് അറോറ എന്ന് പറയുന്നത്. ഈ പ്രതിഭാസത്തെ താഴ്ന്ന ആകാശങ്ങളിലും കാണാറുണ്ട്. ഒരു പക്ഷേ ഈജിപ്തിൽ കണ്ട പിങ്ക് ഗോളം ഇത്തരത്തിലുള്ള ചെറിയ തോതിലുള്ള അറോറയായിരിക്കാനും സാധ്യതയുണ്ട്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? എന്തായിരിക്കും ഈജിപ്തിലെ ആകാശത്ത് കണ്ട ആ പിങ്ക് ഗോളം? അത് മനുഷ്യ ഇടപെടൽ മൂലമോ പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ മൂലമോ അതോ അന്യഗ്രഹ ജീവികൾ മൂലമോ എങ്ങനെയായിരിക്കും അതവിടെ പ്രത്യക്ഷപ്പെട്ടത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇതുപോലെയുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.